അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാന നഗരിയായ ഇട്ടാനഗറിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഇവിടെയുള്ള യൂണിവേഴ്സിറ്റി ഒന്ന് കയറി കാണുക എന്ന നിർദ്ദേശത്തോടുകൂടി അതിന്റെ മെയിൻ ഗേറ്റിന്റെ ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് ഇന്ന് ഇത് നിലകൊള്ളുന്നത്. 1984 ഇത് സ്ഥാപിതമായത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വലിയ വളർച്ചയുടെ പാതയിലൂടെ ഈ ഒരു യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകാൻ കാരണമായിട്ടുണ്ട്. 302 ഏക്കറിലാണ് പടർന്ന് പന്തലിച്ച് ഈ ഒരു യൂണിവേഴ്സിറ്റി നിലകൊള്ളുന്നത്. അരുണാചൽ പ്രദേശിലെ ഏറ്റവും പഴക്കമേറിയ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇത്. വിവിധ ബിരുദാനന്തര PhD കോഴ്സുകളുമെല്ലാം ഇവിടെ അവർക്ക് ലഭ്യമാണ്. ഇട്ടാനഗറിലുള്ള ദോയ്മുഖ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നിലകൊള്ളുന്നത്. ഇതിന് തൊട്ടടുത്താണ് റോണോ ഹിൽസ് നിലകൊള്ളുന്നത്. ഈ ഒരു ഹിൽസിന്റെ താഴ്വാരത്തില് 302 ഏക്കറിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി പടർന്ന് പന്തലിച്ച് നിലകൊള്ളുന്നത്. വിവിധ കോഴ്സുകൾ ഇവിടെ നിലവിലുണ്ട്. ഇത് പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള അപ്പോയിന്റ്മെന്റുകളെല്ലാം നടത്തപ്പെടുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അവരുടെ കേന്ദ്ര സ്ഥാനത്തു നിന്ന് നേരിട്ടാണ് എന്നുള്ള കാര്യം ഇവിടെ ജോലി ചെയ്യുന്ന ഒരു വൈദികനിൽ നിന്ന് ഞങ്ങൾ അറിയുകയായിരുന്നു. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പുകള നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം. ധാരാളം മരങ്ങളുണ്ട്. പഴക്കമേറിയ മരങ്ങളും ധാരാളമായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊരു യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ള ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള രീതിയിലുള്ള പ്രദേശങ്ങളാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. ആധുനിക രീതിയിലുള്ള ഒത്തിരിയേറെ മുന്നേറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് നിലവിൽ വന്നിരുന്ന മറ്റൊരു സവിശേഷതയാണ് ഇവിടെ ഒരു ഹെലിപ്പാഡ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായതുകൊണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കേന്ദ്ര സ്ഥാനത്ത് നിന്ന് എത്തിച്ചേരുവാൻ BEP-കൾക്ക് യഥേഷ്ടം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ ഒരു ഹെലിപ്പാഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫ്ലൈറ്റ് ഇറങ്ങി ഇട്ടാനഗർ എന്ന് പറയുന്ന എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയതിനു ശേഷം ഹെലികോപ്റ്റർ മാർഗത്തില് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് എളുപ്പത്തിൽ BEP-കൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച ഈ ഒരു ഹെലിപ്പാഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ആ വൈദികൻ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞങ്ങൾ എത്തിച്ചേർന്നത് കൊണ്ട് മാത്രമാണ് ആ വൈദികൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ലീവ് എടുത്ത് ഞങ്ങളോടൊപ്പമായിരിക്കുന്നത്. അതും ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഇട്ടാനഗർ എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിന്റെ സംസ്ഥാന നഗരിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് റോബിനച്ചൻ എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനായ ഒരു വൈദികന്റെ ക്ഷണപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തു വരുന്ന ഈ ഒരു വൈദികൻ. നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു.